ദൈവത്തിന് മഹത്വം. ഇന്നത്തെ ധ്യാനത്തിനാധാരമായി യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17:5 വായിക്കുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ചു ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ക്രിസ്തുയേശുവിലേവർക്കും സ്നേഹവന്ദനം. യഹൂദയുടെ പാപത്തെക്കുറിച്ചും കാപഠ്യം നിറഞ്ഞ മനുഷ്യഹൃദയത്തെക്കുറിച്ചും അധ്യായാരംഭത്തിൽ പറഞ്ഞ ശേഷം ദൈവത്തിൽ ആശ്രയിക്കാതെ മനുഷ്യശക്തിയിലും ജ്ഞാനത്തിലും ആശ്രയിക്കുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നു. അതിനർത്ഥം തങ്ങളുടെ നന്മയ്ക്കും സുരക്ഷയ്ക്കും മനുഷ്യരെയോ മനുഷ്യനിർമ്മിതമായ മറ്റു പ്രസ്ഥാനങ്ങളെയോ മനുഷ്യശക്തിയോ ആശ്രയിക്കുന്നവൻ പിന്നീട് ഒരിക്കൽ അത് നിലനിൽക്കുന്നതല്ലെന്നും പ്രയോജനരഹിതവും അവിശ്വസനീയവുമാണെന്നും കാണേണ്ടി വരുന്നു. ദൈവത്തിൻ്റെ എന്നേക്കും നിലനിൽക്കുന്ന ശക്തിയും ജ്ഞാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യരുള്ള ആശ്രയം നിരർത്ഥകമാണെന്ന് മനസ്സിലാക്കുവാൻ പ്രയാസമില്ല. തെറ്റായ ഉറവിടങ്ങളിൽ നിന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്ന വ്യക്തികൾ അടിസ്ഥാനപരമായി ദൈവത്തിൽ നിന്ന് അകന്നുപോയവരാണ്. മനുഷ്യരിൽ ആശ്രയിക്കുന്ന വ്യക്തി മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഉവർനിലത്തിലും പാർക്കും. ദൈവത്തിൻ്റെ കരുതലിലും കൃപയിലും വേരൂന്നിയിട്ടില്ലാത്ത ഒരു വ്യക്തിയുടെ ശൂന്യതയും വന്ധ്യതയും എടുത്തു കാണിക്കുന്നു. അത്തരം വ്യക്തി തൻ്റെ ജീവസന്ധാരണത്തിന് ആവശ്യമായുള്ളത് കണ്ടെത്തുവാൻ പ്രയാസപ്പെടുകയും തുടർന്ന് തളർന്നു പോവുകയും ചെയ്യുന്നു. കർത്താവ് നൽകുന്ന നന്മകളും അനുഗ്രഹങ്ങളും തിരിച്ചറിയുവാൻ കഴിയാത്ത അവസ്ഥയിലായിത്തീരുന്നു. 7-ാം വാക്യത്തിൽ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് രോഗം വരത്തില്ലെന്നോ മറ്റു പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ലെന്നോ അല്ല, പിന്നെ ഉത്കണ്ഠയും ഭയവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ സമൃദ്ധമായ ജീവിതം ഉറപ്പാണ്. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. നമ്മുടെ രക്ഷകനെ, ജീവനായകനെ വിട്ടോടി ശപിക്കപ്പെട്ടവനായി തീരാതെ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായും ആശ്രയിച്ച് നന്മ പ്രാപിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us.